ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കേരള ചരിത്രത്തിലെ ആറ്റിങ്ങൽ കലാപം എന്നൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് കടക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ സമരം അത് അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ ഇത് സംഘടിത കലാപം, ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആറ്റിങ്ങൽ കലാപം. ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മ. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തിലും ഒരു ആയുണ്ട്, ആദിത്യവർമ്മയിലും ആയുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ് നടന്നത്? 1721 ഏപ്രിൽ 15. എന്നാൽ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സമരമായ അഞ്ചുതെങ്ങ് ഏത് വർഷമാണ് നടന്നത്? 1697. അഞ്ചുതെങ്ങിൻ്റെയും കുറിച്യർ കലാപത്തിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്നത് കണ്ടു നോക്കുക. വളരെ യൂസ്ഫുൾ ആകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ആറ്റിങ്ങൽ കലാപം ഉണ്ടാകാനുള്ളൊരു കാരണമുണ്ടായിരിക്കും അല്ലേ? അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ വർഷം തോറും വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിച്ചിരുന്നു. ആറ്റിങ്ങൽ റാണിയുടെ മറ്റൊരു അവരറിയപ്പെടുന്നത് ഉമയമ്മ റാണി എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതിൽ? അഞ്ചുതെങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിക്ക് ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ നേതാവായ ഗിഫോർഡ്, ഓക്കെ, ഇത് ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ നേതാവാണ് ഗിഫോർഡ്. ഈ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം ജനങ്ങളെ ശത്രുക്കളാക്കി. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ. ജനങ്ങൾക്ക് ഇയാളെ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഈ റാണിക്ക്, ആർക്ക്? ഉമയമ്മ റാണിക്ക് നൽകുന്ന സമ്മാനങ്ങൾ തങ്ങൾ വഴി നൽകണമെന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കളായ പിള്ളമാർ ആവശ്യപ്പെട്ടു. ഇത് ഗിഫോർഡ് നിരസിച്ചു. അതായത് ഈ ഉമയമ്മ റാണിക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നത് അവിടുത്തെ പ്രാദേശിക നേതാക്കളുണ്ട്, പിള്ളമാരെന്നാണ് അവരറിയപ്പെടുന്നത്. അവർ മുഖേനയാണ് ആരെങ്കിലും പാരിതോഷികം കൊടുക്കുന്നത്. പക്ഷേ ഇത് ഗിഫോർഡിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഗിഫോർഡ് എന്ത് ചെയ്തു? അതങ്ങോട്ട് നിരസിച്ചു. ഇല്ല, ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്നിവർ പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ അടിയായി. ഓക്കെ, അപ്പോൾ ഈ റാണിക്ക് സമ്മാനം നൽകാനായിട്ട് ഒരു 150ഓളം ബ്രിട്ടീഷുകാരുമായിട്ട് ഗിഫോർഡ് എവിടെ പോയി? ആറ്റിങ്ങലിലേക്ക് പോയി. ഓക്കെ, ഈ നാട്ടുകാരെന്ത് ചെയ്തു? ഈ സംഘത്തെ ആക്രമിച്ച് മുഴുവൻ ആളുകളെയും വധിച്ചു. അതായത് ഗിഫോർഡിനെയും വധിച്ചു. അപ്പം നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണിത്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരനായിട്ടുള്ള നേതാവ്, ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഗിഫോർഡ്. ശരിക്കും 150ഓളം ബ്രിട്ടീഷുകാരാണ് പോയത്. SCERT പ്രകാരം 140 ബ്രിട്ടീഷുകാരാണ് ഇതിൽ പങ്കെടുത്തതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ SCERTയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ എത്ര ആളുകളാണ് പോയത്? എത്ര ബ്രിട്ടീഷുകാരെയാണ് ഇവർ കൊന്നത്? 140 ബ്രിട്ടീഷുകാരെയാണ് ആ ഒരു പ്രദേശത്തുള്ള സംഘങ്ങളെല്ലാവരും കൂടി ഇത് മുഖേന ഈ ഒരു കലാപത്തെ തുടർന്ന് വധിച്ചത്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരാളാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ് നടന്നതെന്ന് പഠിച്ചു. ഇനി ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു അവർ. ആ ഒരു ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഒരു വേണാട് ഉടമ്പടി ഏത് വർഷമാണ് ഒപ്പുവെച്ചത്? 1723. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. വേണാട് ഉടമ്പടി 1723. ഓക്കെ, വേണാട് ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചേർന്ന് ഒപ്പിടുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, അതായത്
നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തിയാണ് അലക്സാണ്ടർ ഓം. അപ്പോൾ എന്താണ് വേണാട് ഉടമ്പടി? അലക്സാണ്ടർ ഓമും നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയും ചേർന്ന് 1723 ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഇത് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ആറ്റിങ്ങൽ കലാപത്തെ പറ്റി പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് പറഞ്ഞു, ആറ്റിങ്ങൽ കലാപം ഏത് വർഷമാണ് നടന്നതെന്ന് പറഞ്ഞു ഡേറ്റ് സഹിതം. അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വന്ന ഉടമ്പടി ഏതാണ്, ആ ഉടമ്പടി ഏത് വർഷം വന്നു, ആ ഉടമ്പടിയിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്, ഇതെല്ലാം ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. സിലബസ് ബേസ് ആയിട്ട് തന്നെ ആയിരിക്കും. ഓൾറെഡി നമ്മൾ അഞ്ചുതെങ്ങ് എടുത്തു കഴിഞ്ഞു, കുറിച്യർ കലാപം എടുത്തു കഴിഞ്ഞു. അത് മാക്സിമം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു PYQ സീരീസ് ഉണ്ട്. കേരള ചരിത്രത്തിൽ നിന്ന് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന PYQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരള ചരിത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.